എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ സുബൈർ. ഊട്ടിയിലെ പ്രശസ്തമായ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കവാടത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ. വർഷം തോറും നടത്തിവരാറുള്ള ഊട്ടി ഫ്ലവർ ഷോയുടെ അവസാന ദിനമാണ് ഇന്ന്. ഒരു മുതിർന്ന വ്യക്തിക്ക് ടിക്കറ്റ് നിരക്ക് 100 രൂപ ഈടാക്കുന്നുണ്ട്. ആയിരത്തി 1847 ട്യുഡേലിലെ മാർക്യൂസ് നിർമ്മിച്ച ഈ ഉദ്യാനം 55 ഏക്കറിൽ പരന്നു കിടക്കുന്ന പച്ചപ്പരപ്പുള്ള മനോഹരമായ ഒന്നാണ്. പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ ഉദ്യാനം തൊട്ടപ്പെട്ട കൊടുമുടിയുടെ താഴ്ന്ന ചരിവുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ വിരളമായ ചെടികൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പുല്ലുകളും ചെടികളും വളരെ ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടുന്നു ഇവിടെ. കോർക്കുമരം, കുരങ്ങുന് കയറാനാവാത്ത മങ്കിഫാസിൽ മരം, 20 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ മരം, പേപ്പർ ബാർക്ക് മരം എന്നിവയും ഇവിടെ നന്നായി പരിപാലിക്കപ്പെടുന്നു. എല്ലാ വർഷവും മെയ് മാസങ്ങളിൽ നടത്തിവരാറുള്ള പുഷ്പഫല സസ്യ പ്രദർശനം ഇവിടെ വളരെ പ്രശസ്തമാണ്. തമിഴ്നാട്ടിലെ ഹോർട്ടിക്കൾച്ചർ വിഭാഗമാണ് ഇന്ന് ഈ ഉദ്യാനം സംരക്ഷിച്ചു വരുന്നത്. ഊട്ടി ഫ്ലവർ ഷോ ഇന്നേക്ക് 124-ാം വർഷം തികഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ഊട്ടി ജന്മം കൊണ്ടിട്ട് ഇന്നേക്ക് 200-ാം നിറവിലാണ്. അതുകൂടാതെ ഈ വർഷത്തെ ഊട്ടി ഫ്ലവർ ഷോ ഉദ്ഘാടനത്തിനായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വന്നിരുന്നു. മരത്താൽ പണികഴിപ്പിച്ച ആനയുടെ രൂപം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആദ്യകാല മനുഷ്യർ ഉപയോഗിച്ചു വന്നിരുന്ന പാത്രങ്ങളും ആയുധങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പൂക്കൾ കൊണ്ട് ഒരു കവാടം ഒരുക്കി അതിൽ 124 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് മുന്നിൽ നിന്നും എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. അതുകൊണ്ട് ഞാനും ഒരു ഫോട്ടോ എടുത്തു. "124 ഫ്ലവർ ഷോ" പൂക്കൾ കൊണ്ട് അതിമനോഹരമായി എഴുതിയിരിക്കുന്നു. അതിനെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാൻ ആരും മറക്കുന്നില്ല. ഊട്ടി ജന്മം കൊണ്ടിട്ട് ഇന്നേക്ക് 200 തികഞ്ഞതിൻ്റെ ഊട്ടി 200 എന്ന് പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നത് കാണാം.
പണ്ടെല്ലാം ബലൂണും പോപ്കോണും വിറ്റ് നടന്നിരുന്ന കച്ചവടക്കാരെല്ലാം മാറി. ഇന്നിപ്പോൾ സെൽഫി സ്റ്റിക്കാണ് ഇവിടുത്തെ തകർത്ത കച്ചവടം. ആരെല്ലാം മൊബൈൽ കയ്യിൽ വെച്ചിട്ടുണ്ടോ എല്ലാവരും ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ നോക്കി നിൽക്കെ ഏകദേശം 8 എണ്ണത്തോളം വിറ്റ് കഴിഞ്ഞു. മനോഹരമായ പലതരം പൂക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ പൂവിന് താഴെയും ആ പൂവിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രോട്ടി, തുലിപ്സ് എന്നീ പൂക്കൾ കാണാം. പക്ഷേ ഇന്ന് ഫ്ലവർ ഷോയുടെ അവസാന ദിനമായതിനാൽ എല്ലാ പൂക്കളും വാടിയിരിക്കുന്നു. പൂക്കൾക്കൊന്നും ഒരു പൊലിമയില്ല.
നീലഗിരി ജില്ലയിൽ തമിഴ്നാട്ടിലെ മറ്റൊരു ജില്ലകളെ അപേക്ഷിച്ച് ജനസാന്ദ്രത വളരെ കുറവാണ്. ചെങ്കുത്തായ മലകളും വനങ്ങളുമാണ് പ്രധാന കാരണങ്ങൾ. വിദേശികൾ എത്തുന്നതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാന ജനവിഭാഗങ്ങൾ ആദിവാസികളായ ബഡ്ഗർ, തോടർ, കോത്തർ, കുറുമ്പർ എന്നിവരാണ്. അവരുടെയെല്ലാം പ്രതിമകളാണ് ഈ കാണുന്നവയെല്ലാം. ബഡഗ എന്ന പദം വടക്കുള്ളവർ എന്ന അർത്ഥമുള്ള പദത്തിൽ നിന്നാണ് ഉണ്ടായത്. ഈ വർഗ്ഗക്കാർ കന്നഡത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ കുടിയേറിയവരാണ്. ഇവർ മൈസൂരിലെ രാഷ്ട്രീയ പീഡനങ്ങളും വരൾച്ചയിലും ഭയന്ന് കുടിയേറിയവരാണ്. ഇതിൽ തന്നെ 6 വിഭാഗങ്ങൾ ഉണ്ട്. ഉടയ, ഹരുവ, അധികാരി, കനക, ലിംഗായത്ത്, തോറായ എന്നിവരാണ്. തൊറയന്മാരാണ് ഏറ്റവും താഴ്ന്ന ജാതി. ഉടയർ മേൽജാതിയും ബ്രാഹ്മണരുമാണ്. ഇവർ മറ്റുള്ളവരുടെ പുരോഹിത ജോലി നോക്കുന്നവരാണ്. ഹരുവരും പൂണൂൽ ധരിക്കുമെങ്കിലും താഴ്ന്ന ജാതിക്കാർക്കുള്ള പുരോഹിതരാണ്. തോടകൾ സന്യാസവർഗങ്ങളാണ്. ഇവർ ഭിക്ഷയാചിച്ചും സ്വന്തമായുള്ള ആടുകളെയും പോത്തുകളെയും മേച്ചാണ് ജീവിക്കുന്നത്. ഇവർ മറ്റുള്ള ആദിവാസികളെ അപേക്ഷിച്ച് വെളുത്ത നിറമുള്ളവരും ഉയരം കൂടിയവരുമാണ്. ചെറിയ സുന്ദരമായ കൂരകളിലാണ് ഇവർ താമസിക്കുന്നത്. ഇതിനെ മഠം എന്നാണവർ വിളിക്കുന്നത്. ഇവരിൽ തന്നെ വ്യത്യസ്ത കാലങ്ങളിലായി കുടിയേറിയവർ വ്യത്യസ്ത ഗോത്രങ്ങളായി നിലകൊള്ളുന്നു. ഇവരുടെ ആചാരങ്ങളും മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യാസമാണ്. കുറച്ച് ട്രോഫികളുമായി രണ്ടുപേർ മുന്നേ പോകുന്നുണ്ട്. ഇത് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നടക്കുന്ന ഫംഗ്ഷനിൽ കുറച്ച് ഓഫീസർമാർക്ക് കൊടുക്കാനുള്ളതാണ് എന്നാണ് ഇവർ പറഞ്ഞത്.
അവിടെ ഗാനമേള അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ പത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇതിൽ നിന്ന് പത്രം എടുക്കാം സൗജന്യമായി. ഇത് നീലഗിരി തൈലമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കൈകാല് വേദനയ്ക്കും തലവേദനയ്ക്കുമായി 2 തരത്തിലുള്ള ബോട്ടിലാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കുറച്ച് സാമ്പിൾ എൻ്റെ കയ്യിലോട്ടും തേച്ചു. ഒരു പുതിയ തരം കളി. ഇതാദ്യമായാണ് ഞാൻ ഇങ്ങനെയൊരു കളി കാണുന്നത്. ഒരു ചട്ടക്കൂടിനകത്ത് 2 സൈഡ് നൂലിൽ കെട്ടി 2 പേരും ഉദ്ദേശിച്ച രീതിയിൽ പതുക്കെ ഉയർത്തുമ്പോൾ അതിൽ വെച്ചിരിക്കുന്ന ചെറിയ ബോള് പല ദൂരങ്ങളുള്ള ബോർഡിൻ്റെ മുകളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഇത് ഇടതുഭാഗത്തുള്ള ആൾ കയറ് വലിക്കുമ്പോൾ വലതുഭാഗത്തുള്ള ആൾ അതിനനുസരിച്ച് കയറ് ലൂസാക്കുകയോ കയർ വലിക്കുകയോ ചെയ്യുക വേണം. ഇതിൽ 2 പേരും ഒരേ മനസ്സോടുകൂടി ചെയ്താൽ മാത്രമാണ് ഈ ബോൾ മുകളിലോട്ട് എത്തിക്കാൻ പറ്റുക. ആ ടാസ്ക്കാണ് ഇപ്പോൾ ഈ 2 പേരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ കൗതുകം തോന്നിയതിനാൽ കുറേ നേരം ഞാൻ അത് കണ്ടു നിന്നു. ഇവർ കളിക്കുന്നതിനിടയിൽ 2 വട്ടം ബോൾ ചോട്ടിൽ വീണെങ്കിലും 3ാമത് വട്ടം 2 പേരും ഒരുമിച്ച് പ്രയത്നിച്ച് അത് മുകളിലേക്ക് എത്തിച്ചു. ഈ കളിയിൽ നിന്നും എനിക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, 2 പേരുടെ യാത്രയിൽ പോകുമ്പോൾ പല തടസ്സങ്ങൾ ഉണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് യാത്ര ചെയ്താൽ മുന്നോട്ട് എത്താൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കളിയിൽ വിജയിച്ചതിൻ്റെ ആഹ്ലാദം അവർ 2 പേരും പങ്കിട്ടു.
ഇവിടെ ചെടികൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ചെടികൾ മാത്രമല്ല, വിത്തുകളും ഇവിടെ ലഭ്യമാണ്. ഇവിടെ സെയിൽസിനായി നിൽക്കുന്ന പല സെയിൽസ് ഗേളും ബോയ്സും എല്ലാവരും മലയാളികളാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബായ്.